ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. സാധാരണ കുറച്ച് നാളുകളായിട്ട് ശനിയും ഞായറാണ് എൻ്റെ ഓഫ് ഡേയ്സ് വരുന്നത്. അപ്പം ശനിയാഴ്ച എന്തെങ്കിലുമൊക്കെ ചെയ്ത് വീട്ടിലെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞായറാഴ്ചയാണ് എൻ്റെ ഒരു കിച്ചൺ ഡ്യൂട്ടി ഫുള്ളായിട്ട് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനും തിരിച്ചു വരാനായിട്ട് ഒരു 45 മിനിറ്റ് യാത്രയുണ്ട്. അപ്പം തിരിച്ചു വന്നു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണമാവും. അത് കാരണം കൊണ്ട് തന്നെ ഞായറാഴ്ച ഒരു ദിവസം പറ്റാവുന്ന അത്ര കറികളും എല്ലാം ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ട് ചെറിയ ചെറിയ പാത്രത്തിനകത്താക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കാറില്ല. പിന്നെ ഒരു സ്പെഷ്യലൊക്കെ ആയിട്ട് എന്തെങ്കിലും മീനോ ഇറച്ചിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെക്കും. അതല്ലാതെ നമ്മൾ ഡെയിലി കഴിക്കുന്ന തരത്തിലുള്ള ഫുഡുകളൊന്നും ബാക്കിയുള്ള ദിവസം ഞാൻ ഉണ്ടാക്കാറില്ല. അപ്പം ഇങ്ങനെ ഞാൻ ഒരാഴ്ചയ്ക്കുള്ളതെല്ലാം ഉണ്ടാക്കി വെക്കുമ്പോൾ എന്നെ സഹായിക്കുന്നത് നമ്മുടെ വാവട്ടിയും പൊന്നൂസും കൂടിയാണ്. അവർ രണ്ടുപേരും എല്ലാ പച്ചക്കറികളും സബോള, വെളുത്തുള്ളി അങ്ങനെ എല്ലാ സാധനങ്ങളും അവരെനിക്ക് കട്ട് ചെയ്ത് വെച്ച് തരും. ഇന്നിപ്പോൾ ഞാൻ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് കടലയാണ്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് കുക്കറിലേക്ക് എടുത്ത് വെക്കണേ. നമ്മുടെ വെള്ളക്കടലയില്ലേ, അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെള്ളക്കടല ഇന്നലെ ഞാൻ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിൽ ഒന്ന് വിസിലടിക്കാൻ വേണ്ടി വെച്ചു. അതിനിടയ്ക്കാണ് നമ്മൾ വാവട്ടി പറഞ്ഞത് അവന് വിശക്കുന്നുണ്ട്, അവന് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനും വിചാരിച്ചായിരുന്നു ഇച്ചിരി നൂഡിൽസ് കാലത്ത് തന്നെ കഴിക്കാമെന്ന്. അപ്പോൾ അവൻ നോക്കിയിട്ട് പറഞ്ഞു, ഇല്ലമ്മ ഒരെണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അവനത് ഉണ്ടാക്കി കൊടുക്കാം ഫസ്റ്റ് തന്നെ. അപ്പോൾ അവർ ഉഷാറായിട്ട് ഇരിക്കുമല്ലോ എന്ന് കരുതി അങ്ങനെ അതിന് സൈഡിൽ കൂടെ നൂഡിൽസും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പൊന്നൂസ് പച്ചക്കറികളും സാധനങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പം വേസ്റ്റ് ഇടാൻ വേണ്ടി ഞാനൊരു ചെറിയ കവർ തുറക്കണതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ടോ? ചില സമയത്ത് എത്ര തുറക്കാൻ നോക്കിയാലും ഈ കവർ തുറന്നു വരില്ല. മെയിനായിട്ടും കടയിലൊക്കെ പോകുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാവാറ്. അപ്പം വാവട്ടി ഏതോ പാട്ട് കേട്ടിട്ട് അവൻ നൂഡിൽസ് അവന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് ഇളക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് എൻ്റെ അടുത്ത്. അപ്പം 4 അടുപ്പുള്ള ഒരു ഇതാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ 4ഉം ഓൺ ചെയ്ത് വെച്ചിട്ട് പടപടാന്ന് ഞാൻ എൻ്റെ പണികളൊക്കെ വേഗം ചെയ്ത് തീർക്കും. ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ എൻ്റെ എല്ലാ പണികളും ഒന്ന് കഴിഞ്ഞു കേട്ടോ. പക്ഷേ ഇവർ ഹെൽപ്പ് ചെയ്യുന്ന കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ തന്നെയാണെങ്കിൽ കുറച്ചും കൂടിയും സമയമൊക്കെ എടുക്കും. അങ്ങനെ പൊന്നൂസ് ഒരു സൈഡിൽ സബോളയൊക്കെ നന്നാക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നൂഡിൽസ്, അപ്പുറത്ത് കടലയാണ് കുക്കറിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ഔട്ടി ഇതിനിടയ്ക്ക് ഞാനിപ്പോൾ സംസാരിക്കണമെന്നൊന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല. അവന് 2 ചെവിയിലും ആ എയർപോഡ് ഇരിക്കുന്ന കാരണം കൊണ്ട് അവൻ കേൾക്കണമെന്നില്ല. അവൻ വന്ന് ഇടയ്ക്കിട്ട് പോവും. അപ്പം ആംഗ്യ ഭാഷയിലൊക്കെ ഇടയ്ക്ക് ഞാൻ സംസാരിച്ചായിരുന്നു അവൻ്റെ അടുത്ത്. അങ്ങനെ നൂഡിൽസ് ഏകദേശം റെഡിയായി തുടങ്ങി. അപ്പം ഞാൻ പൊന്നൂസിൻ്റെ കയ്യിൽ ബീൻസ്, പയറും വെണ്ടയ്ക്കും ഒക്കെ ചെറുതായിട്ട് അരിയാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ നൂഡിൽസ് റെഡിയായി. അപ്പം ഇനി അടുത്ത് നമുക്കൊരു പാൻ വെച്ച് നമുക്ക് അടുത്ത കറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം അതിനായിട്ട് ഇത് ചെറിയ ടിന്നിൽ ഇവിടെ നമുക്ക് ട്യൂണ വാങ്ങിക്കാൻ കിട്ടും, നമ്മുടെ ചൂരമീൻ തന്നെ. അപ്പോൾ അതിങ്ങനെ ഓരോ ടൈപ്പ്, ഒരു വെറൈറ്റിയാണ് നമുക്കിങ്ങനെ ടിന്നിൽ വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പം ഞാൻ സാധാരണ ഒലിവ് ഓയിലിട്ട് വെച്ച ട്യൂണ വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചത് ടൊമാറ്റോയും ബേസിലും ഉള്ള ഒരു ട്യൂണയുടേതാണ്. ഇത് ഓൾറെഡി കുക്ക്ഡാണ്, നമുക്ക് തന്നെ വേണമെങ്കിൽ കഴിക്കാം. ഇവിടുത്തെ ആൾക്കാർ സാധാരണ ബ്രെഡിനകത്തൊക്കെ വെച്ച് കഴിക്കുന്നത് കാണാം. പക്ഷേ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ജസ്റ്റ് പാത്രത്തിനകത്തോട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും. ഇത് നന്നായിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മൊരിയിച്ചെടുക്കും. ആ മൊരിയിച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ ഉപ്പും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉപ്പും എരിവൊക്കെ ഉണ്ട്. നമ്മുടെ വക ഒരു ഇന്ത്യൻ ടച്ച് വരാൻ വേണ്ടി ഇച്ചിരി ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ഞാനിടും. അങ്ങനെ നന്നായിട്ട് വഴറ്റി അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മുടെ ഒരു ചെമ്മീൻ പൊടി പോലെ അങ്ങനെയാക്കി എടുക്കും. അത് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇവിടെ പിള്ളേർക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം വല്ലപ്പോഴൊക്കെ ഞാനത് വാങ്ങിച്ച് ഇങ്ങനെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കുറച്ച് നേരം കൂടുതൽ നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. പെട്ടെന്നൊന്നും ശരിയാവില്ല. ആ വെള്ളം വറ്റിയെടുക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ച് നന്നായി മൊരിച്ചെടുക്കുന്നത്. ഈ വീഡിയോയിൽ ഇങ്ങനെ ഫാസ്റ്റായിട്ട് കാണുമ്പോൾ ഒരു രസമുണ്ട്. പക്ഷേ കുറച്ച് സമയം എടുത്തുകൊണ്ടാണ് അത് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയത്.
പിള്ളേർ പിന്നെ ഇത്ര വലുതായത് കാരണം കൊണ്ട് അവരെന്നെ എല്ലാ കാര്യങ്ങളും സഹായിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് വീട്ടിൽ പണി ചെയ്യുകയാണെങ്കിലും ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. അവർ രണ്ടുപേരും എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ നിൽക്കും. ക്ലീൻ ചെയ്യാനാണെങ്കിലും കുക്ക് ചെയ്യാനാണെങ്കിലും വാഷ് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും അവരെൻ്റെ പിന്നാലെ നിൽക്കും. അങ്ങനെ അടുത്ത പാൻ വെച്ചു. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോണത് കടലയിലേക്കുള്ള മസാല ഉണ്ടാക്കാനാണ് പോണേ. വെള്ളക്കടലയാണെങ്കിലും കറുത്ത കടല വാങ്ങിക്കുകയാണെങ്കിലും 2 കടല വാങ്ങിക്കുമ്പോഴും ഞാൻ അതിനുള്ള സബോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി വഴറ്റി ഒരു ടൊമാറ്റോ ഇടും കേട്ടോ. എല്ലാം കൂടി വഴറ്റി അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് അതിൻ്റെ ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ അത് ഞാൻ മിക്സിക്കകത്ത് കുറച്ച് കടലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. എന്നിട്ട് ആ അരപ്പ് നന്നായി തിളപ്പിച്ചിട്ട് അതിനകത്തോട്ടാണ് ഞാൻ കടല ഇടുന്നത്. അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മൾ വെറുതെ സബോള വഴറ്റിയിട്ട് അതിനകത്തോട്ട് മസാല ഇട്ട് നമ്മൾ കറി ഉണ്ടാക്കുന്നതും ഇങ്ങനെ അരച്ച് ചേർക്കുന്ന കറിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഈ കടലക്കറി ഇതിപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിന് വോയിസ് ഓവർ ചെയ്യണത്. ആ കടലക്കറി ഇപ്പം ഞാൻ വെക്കുന്നത് സൺഡേ ആയിരുന്നു, പക്ഷേ തിങ്കളാഴ്ച എപ്പോഴേക്കും അത് തീർന്നായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അങ്ങനെ വെക്കണത്. ഇവിടെ ചില ദിവസം എനിക്ക് സമയം കിട്ടാത്ത ദിവസങ്ങളിൽ ഞാൻ വെറുതെ വഴറ്റി അതിനകത്തൊരു മസാലയൊക്കെ ഇട്ടിട്ട് കടലിട്ട് അങ്ങനെ ഞാൻ തിളപ്പിച്ചെടുക്കാറുണ്ട്. പക്ഷേ അതിവിടെ കുറച്ച് ദിവസം ഇരിക്കും, ആർക്കും ഇഷ്ടമില്ല. പക്ഷേ ഇങ്ങനെ അരച്ചെടുത്ത് വെക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് തീരും. അതും ഏതിനും നമുക്ക് ചോറിനായാലും ചപ്പാത്തിക്കായാലും നമുക്ക് നല്ല രസമാണ് കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ അതിനുള്ള മസാലയൊക്കെ വഴറ്റിയെടുത്തിട്ട് എൻ്റെ ജ്യൂസറാണിത്. എനിക്ക് തീരെ ഇഷ്ടമില്ല ജ്യൂസറിനകത്തിട്ടിട്ട് ഇങ്ങനെ മസാല നരച്ചെടുക്കാനായിട്ട്. പിന്നെ എളുപ്പത്തിന് ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുകയാണ്. ഇതാകുമ്പോൾ നമ്മൾ പിടിച്ച് നിൽക്കണ്ട. മിക്സിക്കകത്താണെങ്കിൽ നമ്മളതിൻ്റെ അടപ്പ് പിടിച്ച് നിൽക്കണം. അപ്പോൾ അതൊരു മടി കാരണം കൊണ്ട് ഞാൻ ഈ ജ്യൂസറിനകത്തിട്ടിട്ട് തന്നെ അരച്ചെടുക്കാൻ പോവാം. അപ്പോൾ നന്നായിട്ട് അരഞ്ഞും കിട്ടും. അങ്ങനെ അത് ഞാൻ മാറ്റി വെച്ചു. അതിന് കുറച്ച് നേരം ചൂടൊക്കെ ആറിയിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ചൂടോടുകൂടി അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കടല വെന്തോന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. വായ പുള്ളി. അപ്പോൾ അതിലത്തെ കണ്ടോ കുറച്ച് കടലയും കൂടി നമ്മൾ ഈ അരയ്ക്കാൻ വേണ്ടിയിട്ട് അരപ്പിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ചൂടാറി നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തതിന് ശേഷം അത് നമുക്ക് പാനിലിട്ട് നന്നായി തിളപ്പിക്കാം. അപ്പോൾ അത് നല്ല കട്ടിയായിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ച കാരണം കൊണ്ട് അത് നല്ല കട്ടിക്ക് വന്നേക്കണ കാരണം അതിനകത്തോട്ട് ആ ജാറിനകത്തോട്ട് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കലക്കി നന്നായിട്ട് അതൊരു ഇച്ചിരി വെള്ളം പോലെ ആക്കി എടുക്കാം. മറ്റേ നല്ല കട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളം കൂടി കുറച്ച് ചേർത്ത് അതൊന്ന് ലൂസാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ചാണ് കടല അതിനകത്തോട്ട് ചേർക്കാം. എല്ലാ മസാലയും നമ്മൾ അരച്ച കാരണം കൊണ്ട് നമുക്കിതിലിപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. ജസ്റ്റ് ചാറ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കങ്ങനെ എന്തെങ്കിലും സബോളയോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ മുകളിൽ ഇച്ചിരി കാണണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വറുത്തിടാം. ഇല്ലെങ്കിൽ എൻ്റെ ഇതിൽ ഞാൻ കുറച്ച് കറിവേപ്പില മുകളിൽ കൂടെ ഒന്ന് പൊട്ടിച്ചിടും. ഇവിടെ എൻ്റെ ഏട്ടനാണെങ്കിൽ കടുകൊക്കെ പൊട്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ മടി കാരണം ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ കടുകൊന്നും പൊട്ടിച്ചിടാറില്ല. ഇനി നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കടലക്കറി റെഡിയായി. പിന്നെ അടുത്തത് വെണ്ടക്കായാണ് ഞാൻ വെക്കാൻ പോണേ. അപ്പം അത് എങ്ങനെയാണ് ഞാൻ വെക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കറികളെല്ലാം എളുപ്പപ്പണിക്കാണ് ഞാൻ ചെയ്യാറ്. ഞാനൊരു പാത്രത്തിനകത്തോട്ട് വെണ്ടക്കായ, കറിവേപ്പില, സബോള, വെളുത്തുള്ളി എല്ലാം അതിനകത്ത് തന്നെ ഇട്ടിട്ട് ഒരുമിച്ചാണ് വഴറ്റിയെടുക്കുന്നത്. വെണ്ടക്കായ വേവുന്നതിനനുസരിച്ച് സബോളയും വഴണ്ട് വരും. അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അത് വഴറ്റി കഴിഞ്ഞതിന് ശേഷമൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വഴറ്റിയെടുത്ത് ഉപ്പും ഇട്ടിട്ട് വഴറ്റിയെടുത്ത് മഞ്ഞൾപ്പൊടിയും കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടക്കായ പരിപാടി റെഡി. അതിനിടയ്ക്ക് 2-3 പരിപാടികൾ ഞാൻ പെട്ടെന്ന് ചെയ്തായിരുന്നു. ബീൻസ് പയറും ക്യാരറ്റും കൂടി വേഗം ഒരു തോരനുണ്ടാക്കി സാമ്പാറിനുള്ള കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചു. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ പൊട്ടറ്റോ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടി അത് വേവിക്കാൻ വെച്ചു. അപ്പോൾ ഈ ചെറിയ പാനിൽ ഞാൻ സാമ്പാറിന് വേണ്ടിയുള്ള അരപ്പ് വേഗം തയ്യാറാക്കി. എന്നിട്ട് വേവിച്ച് വെച്ചിരുന്ന കഷ്ണത്തിലേക്ക് അത് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ സാമ്പാറും അങ്ങനെ റെഡി ആയിട്ടോ. എല്ലാം ഇതിലിപ്പോൾ കാണുമ്പോഴത്തെ ആ ഒരു സ്പീഡ് ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാം ഒരു സൈഡിൽ കൂടെ എല്ലാം വേഗം ചെയ്തു. അപ്പോൾ തന്നെ സിങ്കിൽ ഒരുവിധം പാത്രങ്ങളൊക്കെ നിറഞ്ഞു. ഇനി അത് കഴുകിയിട്ട് വേണം ഇനി അടുത്ത പരിപാടികൾ തുടങ്ങാൻ.
എല്ലാ ഫുഡും വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ആസ്വദിച്ചിരുന്നത് അടിപൊളിയാണ്. എന്തൊക്കെ വെച്ചെന്നറിയോ? കടല വെച്ചു, സാമ്പാർ വെച്ചു. ഇത് ചക്കയാട്ടാ, ഇവിടെ മറ്റേ ഫ്രോസൺ ചക്ക കിട്ടും. അവരതിന്ന് കാലത്ത് ഇന്നലെ വൈകുന്നേരം എടുത്ത് പുറത്ത് വെച്ചു. എന്നിട്ട് പിന്നെ ഇന്നലെ വൈകുന്നേരം പിന്നെ തിരിച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചായിരുന്നു. പിന്നെ അതിൽ കറി വെച്ചത് ട്യൂണ വെച്ചു, പയറും ക്യാരറ്റും വെച്ചു. എൻ്റെ ബാക്കിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. വെണ്ടക്കായ വെച്ചു. പിന്നെ എന്തൊക്കെ വെച്ചത്? പൊട്ടറ്റോ വെച്ചു. വയ്യാണ്ടായി. പക്ഷെ ഇതൊക്കെ എത്ര നേരം കൊണ്ട് വെച്ചതറിയോ? ഏകദേശം 1.5 മണിക്കൂർ. എല്ലാം ഫാസ്റ്റ് ആയിരുന്നു. വാവട്ടി മനസ്സ് 2 പേര് അപ്പുറത്ത് നിന്നിട്ട് എല്ലാം കട്ട് ചെയ്ത് തന്നു. സബോളി ഒക്കെ കട്ട് ചെയ്തു. അപ്പോൾ പിന്നെ എനിക്ക് ഉണ്ടാക്കി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ ചിക്കൻ്റെ മസാല ഓൾറെഡി ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചേക്കാണ്. എന്തിനാ ഞാൻ ചിരിച്ചെന്നറിയോ? പൊന്നസ് അപ്പുറത്ത് എന്ന് പറഞ്ഞിട്ട് പൊന്നസിൻ്റെ വീഡിയോ എടുക്കല്ലേ, പൊന്നസിൻ്റെ വീഡിയോ എടുക്കാൻ ഇഷ്ടമല്ല വീഡിയോയിൽ വരുന്നത്. പിന്നെ വലുതായില്ലേ, നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം. അതുകൊണ്ട് ഞങ്ങളുടെ അവനെ വീഡിയോയിൽ ചേർക്കണില്ല. അപ്പോൾ ബട്ടർ ചിക്കൻ അതിനുണ്ട് ഏട്ടനാട്ടാ, പ്രൈവസി ഇഷ്യൂസ്. പൊന്നൂസിനെ എൻ്റെ ഏട്ടനെ മറ്റേ ഇവിടുന്ന് പുറത്താക്കേണ്ടിയിരിക്കുന്നു. സാറിൻ്റെ ഇവിടെ. അപ്പോൾ എന്താ പറഞ്ഞില്ലേ, എടാ ഒന്നും കാണിക്കണം. ബട്ടർ ചിക്കൻ്റെ മസാല ഓൾറെഡി ഉണ്ടാക്കി വെച്ചാണ്. അതുകൊണ്ട് ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ സ്ഥിരം പരിപാടി. ആ സാധനം കാണിച്ചു കൊടുത്ത പാട്ടി, അത് ഓരിട്ട് കണ്ടു കൊടുക്ക്. എവിടെന്നെങ്ങാണ്ട് കിട്ടി. ഇപ്പം ഏത് നേരം അതിലാണ് പണി. അതിങ്ങനെ ഫുള്ള് സൗണ്ട് ഉണ്ടാക്കുന്നത്. ഞാൻ പറയട്ടെ. എന്നിട്ട് ബട്ടർ ചിക്കൻ മസാല ഞാൻ പറഞ്ഞല്ലോ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതെടുത്ത് പുറത്ത് വെച്ചിട്ട് വെറുതെ അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഗ്രേവി റെഡിയാണ്. പിന്നെ ചിക്കൻ വറുത്തിട്ടാൽ ബട്ടർ ചിക്കൻ റെഡി. അപ്പോൾ അതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്ക് ഞങ്ങൾക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പോൾ അതിന് പോവും. അത് കഴിഞ്ഞിട്ട് നോർമൽ ഞങ്ങൾ എല്ലാ സൺഡേയും പോണ പോലെ റീൽസ് എടുക്കാൻ വേണ്ടി പോവും. ഇന്ന് കാലത്ത് പള്ളിയിൽ പോയില്ല. എല്ലാ ഫുഡ് ഉണ്ടാക്കേണ്ട കാരണം കൊണ്ട് ഞാൻ ഒന്നും കാലത്ത് പള്ളിയിൽ പോയി. 6 മണിക്ക് പള്ളിയിലും പോകണം. അപ്പം ബാക്കി നമുക്ക് പിന്നെ കാണാം. അങ്ങനെ കാലത്തെ ഫുഡ് കഴിഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്തിട്ടു. ഇന്ന് ഇനിയിപ്പോൾ പരിപാടി എന്താ ചായ ഗ്ലാസ് വാങ്ങാം. ചായ കുടിക്കുന്ന ഫ്ലാസ്ക് പോലത്തെ ഗ്ലാസ് ഉണ്ടായത് വണ്ടിയുടെ മുകളിൽ പൊട്ടിപ്പോയി റോട്ടിയുടെ സമയത്ത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ നമുക്ക് സൈറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ നിന്ന് വണ്ടി തരും. അപ്പോൾ പുതിയ ഔട്ട്ലാൻഡർ EV അതിങ്ങനെ തന്നു. അപ്പോൾ എനിക്കത് മുന്നേ ഓടിച്ച് പരിചയമില്ല. അപ്പോൾ ആകെ ഒരു പരാക്രമമായിട്ട് കയ്യിൽ പിന്നെ കുറേ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ചായ ഗ്ലാസ് ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബോണറ്റും വെച്ചു. എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ അകത്തെടുത്ത് വെച്ചു. പക്ഷേ ചായ ഗ്ലാസ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ വണ്ടി എടുത്ത് കുറച്ച് കഴിയുമ്പോൾ നേരെ പോയപ്പോഴാണ് ചോദിച്ചാൽ ഇതെന്താ ചായ ഗ്ലാസ് ഫ്രണ്ടിലിരിക്കണേ. അപ്പോൾ അതിന് ചായ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ബ്രേക്ക് പിടിച്ച് പതുക്കെ നിർത്തി വണ്ടി. പക്ഷേ ചായ ഗ്ലാസ് സ്ഥലത്ത് വേണം പൊട്ടിപ്പോയി. അപ്പോൾ വേറെ ഗ്ലാസ് വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കാം. പിന്നെ ഞായറാഴ്ചയും കൂടിയല്ലേ. പിന്നെ നാളെ വീണ്ടും അടുത്ത ഒരു 5 ദിവസത്തെ ഡ്യൂട്ടി കണ്ടിന്യൂസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പിന്നെ ഇനി പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു ഗ്ലാസ് വാങ്ങിക്കാം. ഇത് കഴിഞ്ഞ് പോണ വഴിക്ക് നമുക്ക് ഈ ഒരാഴ്ചയ്ക്കുള്ള കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞു. ഓൾറെഡി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ കാരണം കൊണ്ട് ഇനി വേറെ പണിയൊന്നുമില്ല. വീട്ടിൽ പോയിട്ട് ഒരു സിനിമ കാണണം. ഞങ്ങളുടെ അടുത്തുള്ള Kmart എന്നുള്ള ഷോപ്പിലാട്ടോ ചായ ഗ്ലാസ് വാങ്ങിക്കാൻ വേണ്ടി വന്നത്. പക്ഷേ ചായ ഗ്ലാസ് വാങ്ങിച്ചില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി പോയിട്ട് കുപ്പി വാങ്ങിച്ചു. ചായ ഗ്ലാസ് വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് നടന്നില്ല. ഭയങ്കര പൈസ. ഇതിനും ഒരു $38 ആയി. പക്ഷെ എന്നാലും ഇതിനകത്ത് ഇങ്ങനെ ഒരു 12 മണിക്കൂർ ചൂടും 24 മണിക്കൂർ തണുപ്പും അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ തണുപ്പൊക്കെ വരാൻ പോണേ. അപ്പോൾ നമുക്ക് ചൂടുകളൊക്കെ കൊണ്ടുപോകാം. പിന്നെ ഇതൊരു ജാതി എന്നിട്ട് ഒരു പെൺപിള്ളേരുടെ ഒരു വീക്ക്നെസ്സാണ് കുപ്പി അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്റ്റൈലായിട്ടുള്ള സംഭവങ്ങൾ. അപ്പം അങ്ങനെ നോക്കിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിഷയങ്ങൾ. പള്ളിയിൽ പോക്ക് നടന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയപ്പോൾ എന്നെ തിരിച്ച് വന്നപ്പോൾ ലേറ്റായി. അപ്പോൾ പിന്നെ പോയില്ല. അങ്ങനെ ഇന്ന് മുടങ്ങി. ഇനി ഇപ്പോൾ വൈകിട്ട് 6:30 ഇനിയിപ്പോൾ വൈകുന്നേരത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പതുക്കെ കിടന്നുറങ്ങും. നാളെ മുതൽ ഇനിയിപ്പോൾ ഡ്യൂട്ടിക്ക് പോകേണ്ടതല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി പിന്നൊരു ദിവസം കാണാം. അപ്പോൾ ബൈ.